52ഓളം ചാര ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. പെട്ടെന്ന് എന്താണ് സാർ ഇന്ത്യയുടെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എന്താണ് ഇതുവഴി വിലയിരുത്താൻ സാധിക്കുക? ഇന്ത്യ അതിനകത്ത് ഒരു കാര്യങ്ങളും ഇല്ലാതെ ഇന്ത്യ ഒന്നും ചെയ്തു പോകുന്ന അവസ്ഥയില്ലല്ലോ. ഇപ്പൊ ചാര ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പറയുന്ന സ്പൈ ഡേറ്റാസ് അല്ലെങ്കിൽ ഈ ലോകത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഈ പറയുന്ന ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് അറിയാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ നിരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനെയും ചൈനയുമാണ്. കാരണം ഇതിനകത്ത് ഈ നിരീക്ഷണം പാകിസ്ഥാന്റെ സൈനിക നീക്കങ്ങൾ, രഹസ്യ നീക്കങ്ങൾ പോലും നമ്മൾക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ഈ ഉപഗ്രഹങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ഈ പറയുന്ന സൈനിക നീക്കങ്ങൾ പോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം, ഡാമുകളുടെ പ്രവർത്തനക്ഷമത, കൃഷി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ, മറ്റു രീതിയിലേക്കുള്ള കാര്യങ്ങളും ഒക്കെ ഒപ്പിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതിനും ആവശ്യക്കാർ വളരെ കൂടുതലായിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ പറഞ്ഞ ഈജിപ്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ ഈ പടങ്ങൾ വാങ്ങിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന സൗദി അറേബ്യ, അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഈ നീക്കത്തിനകത്ത് സിന്ധൂരിന് ശേഷമാണ് ഇത് ത്വരിതപ്പെടുത്തിയത്. നേരത്തെ നമുക്ക് ചാര ഉപഗ്രഹങ്ങൾ ഉണ്ട്, വലിയ വലിപ്പത്തിലില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെ കൂടുതലായിട്ടില്ല. നമ്മുടെ ചാര ഉപഗ്രഹങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി സിന്ധുവിന് ശേഷം ഈ പറയുന്ന നമ്മളുടെ വിജയത്തിന് പ്രധാനമായിട്ടും പാകിസ്ഥാന്റെയും ചൈനയുടെയും അല്ലെങ്കിൽ ഒരുപക്ഷെ തുർക്കിയുടെയും ഒക്കെ നീക്കങ്ങൾ നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിച്ചതും അതിനനുസരിച്ച് നമുക്ക് പ്രതിരോധിക്കാൻ സാധിച്ചതും യുദ്ധം ജയിക്കാൻ സാധിച്ചതും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നേ നമുക്ക് ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങളുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തമായിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നീക്കുന്നത്. ഇപ്പം ഇതിനകത്ത് കൂടുതൽ വലുപ്പത്തിൽ ചെയ്യാൻ കാര്യം, ധൃതി പിടിക്കാൻ കാര്യം, നേരത്തെ തീരുമാനിച്ചിരുന്നതിനപ്പുറം സ്പീഡിൽ ചെയ്യാൻ കാര്യം, ഏതാണ്ട് 26,000 കോടി ചെലവ് വന്നാലും അത് നടത്താൻ കാര്യം എന്ന് പറഞ്ഞാൽ സിന്ധൂരിൽ നമ്മൾ ഒരുപക്ഷെ പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചു എന്നുള്ളത് നോക്കുമ്പോൾ പല കാര്യങ്ങളും ആ യുദ്ധത്തിൻ്റെതായിട്ട് ഒരു രാജ്യം എന്നുള്ള രീതിയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ്, നമ്മുടെ വ്യോമത്താവളങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ, മറ്റു പല കാര്യങ്ങൾ ഇന്ത്യക്കകത്തുള്ളത് ഈ പറയുന്ന സാറ്റലൈറ്റ് ഇമേജുകൾ കൊടുത്ത് ചൈന പാകിസ്ഥാനെ സഹായിച്ചിരുന്നു എന്നുള്ള കാര്യത്തിനകത്ത് നമുക്ക് വ്യക്തത വന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഉള്ള ഒരു നീക്കം, അപ്പം അതിനെയൊക്കെ അതിജീവിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചൈനയ്ക്കും മുകളിൽ ഒരു ആകാശ നിരീക്ഷണം വളരെ കൃത്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ വിചാരിക്കും ചുമ്മാതെ ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇത് കളക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇപ്പം പറഞ്ഞില്ലേ US വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈനയുടെ ഈ പറയുന്ന വ്യോമ അല്ലെങ്കിൽ സൈനിക നീക്കങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ വ്യോമത്താവളങ്ങൾ, മറ്റു സംവിധാനങ്ങൾ ഇസ്രായേലിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫ്രാൻസിന് വേണമെന്ന് പറഞ്ഞിട്ട് ഈ 3 രാജ്യങ്ങൾ വേണമെന്ന് പറഞ്ഞതായിട്ട് നമുക്ക് റിപ്പോർട്ടുണ്ട്. അപ്പം അതിനകത്ത് ഒരു പടത്തിന് 200 കോടി രൂപയാണ് നമ്മൾ മേടിക്കുന്നത്. നിസ്സാരമല്ല. അല്ലെങ്കിൽ അതിന്റെ വീഡിയോസിന് 300 കോടി രൂപയാണ് നമ്മൾ മേടിക്കുന്നത്. നേരത്തെ ഇത് ചെയ്തുകൊണ്ടിരുന്ന ലോകത്തെ ഏക രാജ്യം അല്ലെങ്കിൽ നമ്മൾ വരെ മേടിച്ചുകൊണ്ടിരുന്ന ആരുടെ നിന്നാണെന്ന് അറിയാലോ? ഇസ്രായേലിന്റെ നിന്നാണ്. ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് റഷ്യ മേടിക്കുമായിരുന്നു, ഇന്ത്യ മേടിക്കുമായിരുന്നു, മറ്റു പല രാജ്യങ്ങളും മേടിക്കുമായിരുന്നു. അതുപോലെ തന്നെ അമേരിക്ക ഈ പണി ചെയ്യുന്നുണ്ട്. നാറ്റോ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാം ഈ പണത്തിനാണ് കൊടുക്കുന്നതെങ്കിലും അവർക്കൊക്കെ ഇതിന്റെ ആവശ്യമുണ്ട്. അപ്പം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. അപ്പൊ ഇതിനെ ഈ പറയുന്ന ഇതുപോലെ എണ്ണംപെട്ട രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതിനെക്കാട്ടി വലിപ്പത്തിൽ ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇന്ത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇന്ത്യക്ക് ഈ പറയുന്നത് പോലെ പണ്ടൊരു ഉപഗ്രഹം വിക്ഷേപിക്കണമെങ്കിൽ ആരുടെയൊക്കെ കാലും കൈയും പിടിക്കണമായിരുന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. മേപ്പോട്ട് പോയാൽ അതേ നിമിഷം തന്നെ അറബിക്കടലിൽ നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പം ഉപഗ്രഹം വിക്ഷേപിക്കുന്നുണ്ടല്ലോ. നമ്മൾ പറയുന്ന ഉപഗ്രഹം മൊത്തം നമ്മൾ വിചാരിക്കുന്നിടത്ത് പോകുന്നു. അല്ലെങ്കിൽ ആ രീതിയിൽ ആ മേഖലയിലും ഒക്കെ വളരെ വലിയ മുന്നേറ്റം. അപ്പൊ എല്ലാ മേഖലയിലും ഇത് ഈ മുന്നേറ്റമാണ് നടന്നുകൊണ്ട്. അപ്പൊ ഈ മേഖലയിൽ കൂടി അമേരിക്ക ഉൾപ്പെടെ ഈ പറയുന്ന ചൈന ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ ഇസ്രായേൽ ഉൾപ്പെടെ ഉള്ളവർ മാത്രം കൈയടക്കി വെച്ചിരിക്കുന്ന മേഖലയിൽ അവരെക്കാട്ടിൽ മുമ്പിൽ നമ്മൾ വരികയും ആ രീതിയിലും സമ്പത്ത് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. പിന്നെ സ്വകാര്യ മേഖലയിൽ നമ്മൾ കൊടുക്കൊണ്ടിരിക്കുക. സ്വകാര്യ മേഖലയിൽ ഇപ്പം അദാനി എനിക്ക് തോന്നുന്നു ഇത് ചെയ്യുന്നുണ്ട്. അതിന് പറയുന്നത് ഈ പറയുന്ന സ്പൈ ടാക്സി എന്ന ഉള്ള രീതിയിലേക്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പം മാത്രമല്ല സ്പൈ വർക്കിന് കൂടാതെ ഈ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ സമ്പന്നമല്ലാത്ത രാജ്യങ്ങൾക്ക് അവർക്ക് ചില ഉപഗ്രഹങ്ങൾ വേണമെങ്കിൽ അതിനകത്ത് ഇത്ര കോടി രൂപ ചെലവ് വരും. അതിനകത്ത് അവര് പറയുന്ന അനുസരിച്ച് രാജ്യങ്ങൾ പോകുന്നു. അപ്പൊ അതേ രീതിയിലേക്ക് വലിയ വലിപ്പത്തിൽ ഉള്ള ഡെവലപ്മെന്റ്സ് കൂടാതെ നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക്
ഏറ്റവും ഉതകുന്ന രീതിയിലേക്ക് കൂടിയാണ് ഈ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപത്തോടു കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സുരക്ഷ, അതിന്റെ കൂടെ തന്നെ ലോകത്തിന് ആവശ്യമുള്ള ഡേറ്റാസ്, ഡീറ്റെയിൽസ്, അത് സൈനിക രഹസ്യങ്ങൾ ഉൾപ്പെടെ, കൃഷി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കാലാവസ്ഥാ വ്യതിയാനം എന്നുൾപ്പെടെ എല്ലാ രീതിയിലും ഒക്കെ ഉള്ള പിക്ചറുകൾ കൊടുക്കും. പക്ഷെ നമ്മൾ പൈസ ഈടാക്കും. അതുപോലെ ചൈനയുടെ ഈ അറബിക്കടലിലും മറ്റ് കടലുകളിലും ഒക്കെയുള്ള അവരുടെ ഈ നേവിയുടെ നീക്കങ്ങൾ അല്ലെങ്കിൽ അവരുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ ഒക്കെ ഒപ്പിയെടുക്കുവാൻ സാധിക്കും. ഇതിന്റെയൊക്കെ പിക്ചറുകൾ ഒക്കെ ഒരുപക്ഷെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ ആവശ്യമായി വരും. ഫ്രാൻസ് അതിനെക്കാട്ടി കൂടുതൽ ധൃതി പിടിച്ച് മേടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് ഇന്ത്യ വളർന്നു വലുതാകുന്നു. ഒപ്പം നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം ത്വരിതപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ കൂടുതൽ കരുത്തുറ്റതാക്കുന്നതിനും ഈ പിക്ചറുകളും ഈ നീക്കങ്ങളും ഒക്കെ സഹായിക്കും. അതാണ് ഇന്ത്യ ഈ രീതിയിലേക്ക് ഏതാണ്ട് 52ഓളം പുതിയ ഈ പറയുന്ന ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനവുമായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. സർ, ഇത്തരത്തിൽ ഈ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളെ നിരീക്ഷിക്കുക വഴി അവിടെയുള്ള സൈനിക നീക്കങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ചൈനയോ പാകിസ്ഥാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ ഈ നീക്കത്തെ ഏതെങ്കിലും തരത്തിൽ തടയാനോ പ്രതിരോധിക്കാനോ സാധ്യതയുണ്ടോ? അത് നടക്കത്തില്ല. കാരണം ഇതെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ആകാശത്തൊരു സാധനം വട്ടം കിടന്ന് കറങ്ങുന്നതിനകത്ത് അതെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളവരും ആ ഉപഗ്രഹം എന്തൊക്കെ നടത്തുന്നു അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് വിക്ഷേപിച്ച രാജ്യത്തിന് മാത്രം. അതിന്റെ കൺട്രോൾ ഒരുപക്ഷെ നമ്മളുടെ കയ്യിലായിരിക്കും. മാത്രമല്ല, ശൂന്യാകാശത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് പരാതി പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നേരത്തെ ഇത് അമേരിക്ക ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, ഇസ്രായേൽ ചെയ്യുന്നുണ്ടായിരുന്നു, ചൈന ഇത് ചെയ്തത് കൊണ്ടാണല്ലോ സിന്ധൂരിന് നമ്മുടെ ഡീറ്റെയിൽസ് ഒരു പരിധി വരെ അല്ലെങ്കിൽ ഇന്നതൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം അവന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ. കാരണം പണ്ട് പൊക്രാന്റെ പരീക്ഷണ സമയത്ത്, വാജ്പേയിയുടെ കാലത്ത് നമ്മൾ ഒന്നും അല്ലാത്ത സമയത്ത് നമ്മളിവിടെ അണുപരീക്ഷണം നടത്തി. എന്നിട്ട് എവിടെ വെച്ചാ നടത്തിയെന്ന് ഇന്നും അമേരിക്കയെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ നീക്കങ്ങൾ മൊത്തവും അതേപോലെ ഈ പറയുന്ന പാകിസ്ഥാന് കൊടുത്തു എന്ന് പറയുന്നില്ല, എന്നാലും കൊടുത്തല്ലോ. അപ്പൊ അതിനകത്ത് നമുക്ക് എന്ത് പറയാൻ, നമ്മൾക്ക് രഹസ്യാന്വേഷണം നമ്മുടെ അന്വേഷണത്തിൽ നിന്നാണ് അങ്ങനെ കൊടുത്തിരുന്നത് എന്ന് നമുക്കിപ്പോ മനസ്സിലാവുന്നു. അപ്പൊ ആ രീതിയിലേക്ക് തടയാൻ പറ്റുമെങ്കിൽ തടയുമല്ലോ. അതിനകത്ത് നമുക്ക് ആ ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ലല്ലോ. ഇതിനകത്ത് തടയാൻ പറ്റുമെങ്കിൽ തടയും, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് അവരെ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കും. അല്ലെങ്കിൽ അത്തരത്തിൽ ഇതുപോലെ ഈ നിരീക്ഷണം നടത്തി അവരുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ ആ നീക്കത്തിലേക്കെല്ലാം അവർ പോകും. അത് ഈ പറയുന്ന വർത്തമാനത്തിൽ കൂടായാലും അല്ലെങ്കിൽ ഈ പറയുന്ന അതിനെ ഏതെങ്കിലും രീതിയിൽ സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ വന്നാലും ഒക്കെ അത് ചെയ്യും. അത് നമുക്കറിയാം. അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലൊക്കെ മറികടന്ന് ഇതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ചിന്തിക്കുന്നതിനും അല്ലെങ്കിൽ ചെയ്യുന്നതിനും ഒക്കെ കഴിവുള്ള ആൾക്കാരായതുകൊണ്ടാണല്ലോ അത് നടക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്കൊന്നും നടക്കത്തില്ല. കാരണം അങ്ങനെ സാറ്റലൈറ്റ് ചിത്രങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ വിക്ഷേപിക്കുന്ന ഉപഗ്രഹങ്ങളുടെ ഡീറ്റെയിൽസോ ഒക്കെ വേറൊരു രാജ്യത്തിന് കിട്ടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ കിട്ടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമില്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതിനെയൊക്കെ മറികടന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള നീക്കമാണ് എല്ലാ രാജ്യങ്ങളും നടത്തുന്നത്. അതിനപ്പുറമാണ് ഇന്ത്യയുടെ നീക്കം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇന്ത്യ കൂടുതൽ ഇത്തരത്തിൽ നിരീക്ഷണം ശക്തമാക്കുന്നു. ഇത്തരത്തിൽ ഉപഗ്രഹ ചിത്രങ്ങൾ വിറ്റഴിക്കുക വഴി വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നും വ്യക്തമാണ്. താങ്ക് യു, പ്രശാന്ത് സർ.